എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 53 ശ്ലോകം 8, 9, 10, 11, 12, 13, 14, 15, 16, 17 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ സ്വയംവര മഹോത്സവ ആഘോഷങ്ങള് ഒക്കെ 4 ശ്ലോകം കൊണ്ട് വിസ്തരിച്ചു പറയണം. ശ്ലോകം 8, 9 രണ്ട് ശ്ലോകത്തിന്റെ അർത്ഥം ഒന്നിച്ചാണ് പറയണത്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. പുരം സംമൃഷ്ട സംസിക്തമാർഗരഥ്യാ ചതുഷ്പഥം ചിത്രധ്വജ പതാകാഭി തോരണൈ സമലംകൃതം സ്രഗ്ഗന്ധമാല്യാഭരണൈ വിരജോംബരഭൂഷിതൈ ജുഷ്ടം സ്ത്രീപുരുഷൈ ശ്രീമദ് ഗൃഹൈ അഗരുധൂപിതൈ. ആദ്യമായിട്ട് നഗര ശുചീകരണം. പാതകള്, ഊടുവഴികള്, ഓരോ ദിക്കുകളിലേക്ക് തിരിയുന്ന രാജവീഥികള്, ഒത്തുചേരുന്ന മഹാപഥങ്ങള്, ഈ സ്ഥലങ്ങളിലൊക്കെയുള്ള മാലിന്യങ്ങളൊക്കെ മുഴുവൻ നീക്കം ചെയ്ത് സുഗന്ധപൂരിതമാക്കുകയാണ് നഗരവീഥികളെല്ലാം. ചന്ദനം മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങൾ കലക്കിയ വെള്ളം കൊണ്ട് എല്ലാം നനപ്പിച്ചു ആ പാതകളെല്ലാം. പിന്നെ വർണ്ണക്കടലാസുകൾ കൊണ്ട് വിചിത്രമായി പണി ചെയ്യിച്ച സ്തംഭങ്ങളില് തോരണങ്ങളും കൊടികളും കെട്ടി അലങ്കരിപ്പിച്ചു. അങ്ങനെയുള്ള വഴികൾ കൂടി കല്യാണോത്സവത്തിനായിട്ട് രാജധാനിയിലേക്ക് പോകുന്ന ജനങ്ങളുടെ ആ വേഷഭൂഷാദികളോ ഒന്നിനൊന്നു മെച്ചം. എല്ലാവരും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ, പട്ടുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടാണ് ആ ഉത്സവാഘോഷത്തിലേക്ക് പങ്കെടുക്കാനായിട്ട് രാജവീഥിയിലേക്ക് ഇങ്ങനെ വരണത്. കുളിച്ചു കുറിയിട്ട് പൂമാല ധരിച്ച് നല്ല വിശേഷ വസ്ത്രാഭരണങ്ങളോട് കൂടിയ പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ധാരമുറിയാതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ഗൃഹങ്ങളുടെയും പടിക്കൽ കൂടി പോകുന്നവരുടെ സകല ഇന്ദ്രിയങ്ങളെയും ആനന്ദിപ്പിക്കുവാൻ തക്ക വിധം ദ്വാരങ്ങളിലൊക്കെ ആ കുലവാഴ, കുരുത്തോല മുതലായവ കെട്ടി അലങ്കരിച്ച് മട്ടിപ്പാല്, കുങ്കില്യം, ചന്ദനത്തിരി, അകില മുതലായവ അങ്ങനെ പുകച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ, എങ്ങും സൗരഭ്യം പരിപൂർണമായിട്ട് ഇങ്ങനെ വ്യാപിക്കുക, സുഗന്ധപൂരിതമായിട്ടുള്ള അന്തരീക്ഷം. വീടുകളെല്ലാം ജനങ്ങൾ തന്നെ നന്നായിട്ട് സുന്ദരമാക്കിയിട്ടുണ്ട്. വീടുകളൊക്കെ നല്ലോണം പെയിന്റൊക്കെ അടിച്ച് വളരെ ശോഭയുള്ളതാക്കി തീർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തെരുവിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് കല്യാണ ആഘോഷ ചിന്ത അല്ലാതെ വേറൊന്നും മറ്റൊരു വിചാരവും ഇല്ല. എല്ലാവർക്കും സന്തോഷം, ഉത്സവം തന്നെ. എല്ലാവർക്കും നമ്മുടെ രുക്മിണീ ദേവിയുടെ വിവാഹത്തിനെ പറ്റി പറയാൻ മാത്രമേ, അവരുടെ രുക്മിണീ ദേവിയുടെ രാജപുത്രിയുടെ വിവാഹല്ലേ, ആ വിവാഹ ആഘോഷത്തിൽ എല്ലാവരും സന്തോഷമായിട്ട് അങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പിതൃൻ ദേവാൻ സമഭ്യർച്ച്യ വിപ്രാംശ്ച വിധിവൻ നൃപ ഭോജയിത്വാ യഥാന്യായം വാചയാമാസ മംഗളം. ഇങ്ങനെ രാജാവിനാലും ജനങ്ങളാലും ഒരുപോലെ ആദരിക്കപ്പെട്ടിരിക്കുന്ന ആ കല്യാണ ദിവസം ക്ഷേത്രങ്ങളിലും പൂർവപുരുഷന്മാരായ മഹാന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആലയങ്ങളിലും വിശേഷ വിധി ആയിട്ടുള്ള പൂജ, നിവേദ്യം, ഉത്സവം മുതലായിട്ടുള്ളതൊക്കെ വിധിപ്രകാരം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ബ്രാഹ്മണൻ മുതലായിട്ടുള്ള 4 ജാതിക്കാരെയും യഥായോഗ്യം ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും സദ്യ. അങ്ങനെ സമയമെടുത്തു. കന്യകയെക്കുറിച്ച് ചെയ്യേണ്ട മംഗളം ആശംസിക്കാനായിട്ട് ബ്രാഹ്മണ പുരോഹിതന്മാര് ആരംഭിച്ചു. സുസ്നാതാം സുദതീം കന്യാം കൃതകൗതുകമംഗളാം അഹതാം ശുഗയുഗ്മേന ഭൂഷിതാം ഭൂഷണോത്തമൈ. മംഗളം ആശംസിക്കുമ്പോൾ ആ സഭയില് രുക്മിണിയെ പറ്റിയുള്ള വർണ്ണനയാണ് ഈ ശ്ലോകത്തില്. വിവാഹത്തിന് കന്യകയെ സാധാരണയായിട്ടുള്ള ജലത്തിൽ കുളിപ്പിച്ചാൽ പോരാ. തീർത്ഥജലം, സമുദ്രജലം മുതലായിട്ടുള്ള വിശേഷ ജലം വേണം. അതില് നാൽപ്പാമരത്തൊലി, രാമച്ചം, ചന്ദനം, പച്ചക്കർപ്പൂരം മുതലായിട്ടുള്ള സുഗന്ധദ്രവ്യങ്ങളും ഇടും.
ഇങ്ങനെയുള്ള ജലം നിറച്ച് അതിൽ സ്നാനം ചെയ്യിച്ച് കന്യകയെ വിശേഷ ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് പട്ടുകൊണ്ടുണ്ടാക്കിയ കോടി ഇണപ്പുടവ ധരിപ്പിച്ചു. കയ്യില് കാപ്പ് കെട്ടുക എന്ന മംഗളകൃത്യം നടത്തി. ഇങ്ങനെ കല്യാണത്തിന് വേണ്ടുന്ന എല്ലാ സംസ്കാരങ്ങളും വിധിപ്രകാരം നടത്തിയ ശേഷം കന്യകയെക്കുറിച്ച് മംഗളവചനം പുരോഹിതന്മാര് ചൊല്ലി. ചക്രുസാമർഗയജുർമന്ത്രൈ വധ്വാ രക്ഷാം ദ്വിജോത്തമാ പുരോഹിതോ അഥർവവിദ്വൈ ജുഹാവ ഗ്രഹശാന്തയേ. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാര് സാമാധി വേദങ്ങൾ ജപിച്ച് കന്യകയുടെ രക്ഷ ചെയ്തു. നക്ഷത്രകൽപ്പവും ശാന്തികൽപ്പവും പ്രധാനമായിട്ടുള്ളത് അഥർവണ വേദത്തിൽ ആയതുകൊണ്ട് അതില് നല്ല പാണ്ഡിത്യമുള്ള പുരോഹിതൻ കന്യകയുടെ ജാതകത്തിൽ ഏതേത് ഗ്രഹങ്ങൾ ഈ വിവാഹകാലത്തില് പ്രതികൂലങ്ങളായി നിൽക്കുന്നുണ്ടോ ആ വക ഗ്രഹേശ്വരന്മാരുടെ ആനുകൂല്യം ഉണ്ടാവാൻ വേണ്ടുന്ന കർമ്മങ്ങള് വിധിപ്രകാരം നടത്തി. വേദങ്ങളിലും സ്മൃതികളിലും വിധിച്ചിരിക്കുന്ന ആ സൽക്കർമ്മങ്ങളെല്ലാം യഥാക്രമം ചെയ്യിച്ചു. ഹിരണ്യരൂപ്യവാസാംസി തിലാംശ്ച ഗുഡമിശ്രിതാൻ പ്രാതാൽധേനൂശ്ച വിപ്രേഭ്യോ രാജാ വിധിവദംബര. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ക്രമങ്ങള് വേണ്ട വിധം നടത്താനുള്ള അറിവും അവസ്ഥയും ഔദാര്യവുമുള്ള രാജാവായ ഭീഷ്മകൻ വേദജ്ഞന്മാരായ ബ്രാഹ്മണർക്ക് അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള സ്വർണം, വെള്ളി, വസ്ത്രങ്ങള്, പശുക്കള്, ശർക്കരാമിശ്രിതങ്ങളായ തിലപർവ്വതങ്ങള് ഇതെല്ലാം ദാനം ചെയ്തു. ഏവം ചേതിപതി രാജ ദമഘോഷസുതായ വൈ കാരയാമാസ മന്ത്രജ്ഞൈഃ സർവമഭ്യുദയോചിതം. ഈശ്വരാനുകൂല്യം ഇല്ലാത്തവര് ചെയ്യിക്കുന്ന സൽക്കർമ്മങ്ങള് വ്യർത്ഥങ്ങളാണ് എന്ന് പറയണ്ടല്ലോ. ഭീഷ്മക രാജാവ് ചെയ്യിച്ച കർമ്മങ്ങളൊക്കെ വിവരിച്ച ശേഷം വരന്റെ പിതാവ് ചെയ്യിച്ച കർമ്മങ്ങളും പരിഹാസമായിട്ട് ചുരുക്കി പറയണം. രുക്മിണിയുടെ പിതാവായ ഭീഷ്മകൻ എങ്ങനെയാണ് രുക്മിണിക്ക് വേണ്ടി ചെയ്തത്, അതുപോലെ തന്നെ വരനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ശിശുപാലന്റെ അച്ഛനും ചേതി രാജാവുമായ ദമഘോഷനും നിപുണന്മാരായ ബ്രാഹ്മണരെ കൊണ്ട് പുത്രന് അഭ്യുദയം വരുത്താനുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യിച്ചു. മതച്യുദ്ഗജാനീകൈ സ്യന്തനൈ ഹേമമാലിഭി പത്യശ്വസങ്കുലൈ സൈന്യേ പരീത കുണ്ടിനം യയോ. ശിശുപാലന്റെ പുറപ്പാട് വിവരിക്കുകയാണ്. വിവാഹത്തിന് പുറപ്പെടുന്ന സമയത്ത് ചെയ്യിക്കേണ്ട വൈദിക കർമ്മങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്തു. ഉടനെ ശിശുപാലൻ ചേതി രാജ്യത്ത് നിന്ന് ഭീഷ്മകന രാജ്യമായ കുണ്ടിനത്തിലേക്ക് പുറപ്പെട്ടു. പുറപ്പാട് വളരെ ആഘോഷമായിട്ട് തന്നെയാണ്. ആനപ്പട, തേർപ്പട, കുതിരപ്പട, കാലാൽപ്പട ഇങ്ങനെ 4 വിധ സൈന്യങ്ങള് അസംഖ്യങ്ങളായി കൂടെ പോന്നിട്ടുണ്ട്. മതം പൊട്ടി അഹങ്കരിച്ച് കണ്ടവരെ എല്ലാം ഉപദ്രവിക്കാൻ സമർത്ഥനായ തന്നെ പോലെ ഇരിക്കുന്ന ആനകൾക്ക് തന്റെ ഐശ്വര്യം പ്രകാശിപ്പിക്കാനുള്ള സ്വർണ്ണ ചെങ്ങലകള് മാലയായിട്ടുമുണ്ട്. അങ്ങനത്തെ മതം പൊട്ടിയ ആനകളെയാണെന്ന് ശിശുപാലൻ അലങ്കരിച്ച് കൂടെ കൊണ്ട് നടക്കുന്നത്. തേരുകളിലൊക്കെ സ്വർണമാലകള് നല്ല ഭംഗിയിൽ തൂക്കി അലങ്കരിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചതുർവിധ സൈന്യങ്ങളോടുകൂടി ഘോഷയാത്രയായിട്ട് ശിശുപാലനും പിതൃബന്ധു സമേതനായിട്ട് കുണ്ടിനത്തിൽ വന്നു ചേർന്നു. തം വൈ വിദർഭാധിപതി സമഭ്യേത്യാഭിപൂജ്യ നിവേശയാമാസമുദാ കൽപ്പിതാന്യ നിവേശനെ. ശിശുപാലൻ ആഘോഷമായിട്ട് വരുന്നത് അറിഞ്ഞ രാജാവിന്റെ മൂത്ത പുത്രനായിട്ടുള്ള രുക്മി എതിരേറ്റു ചെന്ന് യഥായോഗ്യം സ്വീകരിച്ചു. രുക്മി വേഗം ചെന്ന് ശിശുപാലനെ സ്വീകരിച്ചു. പൂർണ്ണകുംഭം, പൂമാല, ഫലം, നാളികേരം മുതലായിട്ടുള്ള മംഗളസാധനങ്ങളൊക്കെ കൊടുത്ത് സൽക്കരിച്ചു. പ്രത്യേകമായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ രാജധാനിയിൽ നിന്ന് വേറിട്ടതായ ഒരു കൊട്ടാരത്തിലെ സന്തോഷത്തോടുകൂടി ശിശുപാലനെ അങ്ങോട്ട് താമസിപ്പിച്ചു. തത്ര സാല്യോ ജരാസന്ധോ ദന്തവക്ത്രോ വിദൂരഥ ആജഗ്മുച്ചൈദ്യപക്ഷീയാ പൗണ്ഡ്രകാദ്യ സഹസ്രശ. ശിശുപാലന്റെ പക്ഷക്കാരായിട്ടുള്ള പൗണ്ഡ്രകൻ, സാല്യൻ മുതലായിട്ടുള്ള രാജാക്കന്മാര് അവരുടെ സംഘങ്ങളോടുകൂടി അവിടെ വന്നു ചേർന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.